ഞാൻ വിളിച്ചോളാം. പറയണ്ട, എല്ലാം കൊളായി. തറക്കല്ലിടലൊക്കെ നടന്നു. തറക്കല്ലിടൽ കഴിഞ്ഞതാ അയാൾക്ക് പെട്ടെന്നൊരു ഫോൺ വന്നു. അയാളുടെ അമ്മായിയപ്പൻ എന്തോ നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിലാക്കിയത്. അപ്പൊ അയാള് കാപ്പി കുടിക്കാൻ വരൂല, പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ. അതെന്ത് വർത്താനാണ് എന്റെ ക്ലീറ്റസേ? അളിയാ വരൂന്ന് പറഞ്ഞ അയാളിപ്പോ സുഖമില്ലാന്ന് പറഞ്ഞ പിന്നെ എങ്ങനെ അയാൾ ഇങ്ങോട്ട് വരും? നീ വാശി പിടിച്ചിട്ടല്ലേ നമ്മൾ ഈ പരിപാടി അറേഞ്ച് ചെയ്തൂടെ? അളിയാ അമ്മായിയപ്പന് നെഞ്ചുവേദന വരുമെന്ന് ഞാൻ വിചാരിച്ചോ? അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ എങ്ങനെയാണ് ഒരൊറ്റ എണ്ണത്തിന് പറഞ്ഞ വാക്കിന് വ്യവസ്ഥ അല്ല. എല്ലാരും നല്ല ഈ ക്ലീറ്റ് ആയതുകൊണ്ട് എങ്ങനെ സംഭവിച്ചത്? തന്ന നീ ഒരുമാതിരി വൃത്തിയുടെ വർത്താനം. അസുഖം വരുന്നത് വിളിച്ചറിയിച്ചു. അസുഖം വരണോന്നല്ല, നോണ പറയുന്നതാണ്. സത്യം പറ, നീ MLA കൂടി ഒത്തിട്ടൊരു ഇല്ലാത്ത കഥ പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു. നിങ്ങൾ അവിടെ നിന്നോടത്ത് ചോദിച്ചു നോക്ക്, നടരാനെ വിളിച്ച് ചോദിച്ചു നോക്ക്. ഇന്നലെ രാത്രിയും കൂടെ എന്റെ അടുത്ത് പറഞ്ഞാണ് ക്ലീറ്റോ, ഞാൻ ഉച്ച വരെ അവിടെ ഉണ്ടാവും, സദ്യയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ആള് പുള്ളോടിക്കാണ്ടിരിക്കണോ? നീ പുള്ളോടിക്കാണ്ടിരിക്കും. ഒറ്റ ഒരുത്തം കാരണമാണ് ആ MLA ഇങ്ങോട്ട് വരാത്തത്. ഇവൻ കള്ളനാണ്, അത് MLA അറിയാം. അല്ലെ അനാവശ്യം പറയരുത്. എന്താ അനാവശ്യം പറയുന്നത്? നീ എന്തറിഞ്ഞിട്ടാണ് പറയണത്? നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ ക്ലീറ്റോ MLA വരാൻ പോണേ? നാട്ടുകാർ മുഴുവനും അറിഞ്ഞു അയാളുടെ അമ്മായിയപ്പന് സുഖമില്ലാത്ത വിവരം. അല്ലെങ്കിൽ ക്ലീറ്റോ ചേട്ടൻ എന്ത് കാര്യം ഏറ്റെടുത്താലും ഇങ്ങനെ. അതങ്ങനെ എന്റെ ജമന്തി, നിങ്ങളൊക്കെ പറയുന്നത് മനസ്സിലാക്കും. ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യോ? MLA ഇവിടെ വന്നാൽ എനിക്കും കൂടെ അഭിമാനമല്ലേ? കുന്താണ് അഭിമാനം. വെറുതെ എന്റെ കയ്യിലിരിക്കണ പൈസ കളയാൻ വേണ്ടിട്ട് സംഭവിച്ചു പോയല്ലേ? ആ സംഭവിച്ചു പോയത് കൊണ്ട് കാര്യമില്ല. MLAക്ക് വേണ്ടി ഉണ്ടാക്കിയ കുറെ സാധനങ്ങൾ അവിടെ ഇരിക്കും. അവനെ തീറ്റിക്കലല്ല കൊണ്ട് അവൻ എന്റെ പൈസ തന്നോ? പൈസ ഞാൻ ചെലവാക്കിയതിന്റെ പൈസ നീ എനിക്ക് തരണം. ഞാൻ എവിടെ നിന്ന് തരാം? ഞാൻ പൈസ വെറും സാധാ ഒരു ഭക്ഷണം എന്നല്ല, പായസം ചോറ് അടക്കം എന്തൊക്കെ വിഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അയ്യോ ഇതിപ്പോ ഞാൻ നിങ്ങളൊക്കെ പറയണ്ട, ഞാനെന്താ മനഃപൂർവ്വം അയാളെ അമ്മായിയപ്പന് സുഖം ഞങ്ങൾ ഏറ്റി കൊണ്ടുവന്നാണോ? MLA നീ അല്ലേ വിളിച്ചത്? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അത് സത്യമാണോ അല്ലേ നമുക്ക് അന്വേഷിക്കാം. ചിലപ്പോ അങ്ങനെ സംഭവിച്ചൂടെ? എന്തിനാടാ നല്ലൊരു ദിവസം അവിടെ നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? എന്റെ അമ്മ, ഇന്ന് MLA വരുന്ന പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇക്കണ്ട സാധനങ്ങൾ മുഴുവൻ ഇതിനകത്ത് ഉണ്ടാക്കിയത്. ഇപ്പൊ MLA വരില്ല. അതിന് അമ്മ അറിഞ്ഞിട്ടില്ല. അത് അമ്മയ്ക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് അമ്മേനോട് പറയായിരുന്നത്. MLA വരും എന്ന് പറഞ്ഞതാ ഇവിടെ. മനഃപൂർവ്വമൊന്നുമല്ല. അല്ല മോനപൂർവ്വമല്ലോ. അല്ല, എന്തിനാ ചേച്ചിക്ക് അറിയണേ? എന്തമ്മ എന്തമ്മ? അമ്മ MLA വന്നില്ല എന്ന് പറയാം. അമ്മ വിഷമിക്കണ്ട. അടുത്ത മാസം ഇവിടെ ഒരു കേന്ദ്രമന്ത്രി വരണുണ്ട്. മന്ത്രിയെ ഞാൻ ഇവിടെ കൊണ്ടുവരും. പിന്നല്ലാതെ. അപ്പം MLAക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഈ ഒരുക്കങ്ങളൊക്കെ ഉണ്ടാക്കിയതല്ലേ? ഓ തന്നെ. ഹാപ്പി ബർത്ത്ഡേ. Versus Alien.